വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് നടുതല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. അപ്പോൾ ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് ഗ്രൂപ്പിൻ്റെ ഇതിൽ തന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൃഷി ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ട് അത് കൃഷി ചെയ്യാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് നോക്കാം എന്തൊക്കെയുണ്ടെന്നുള്ളത്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചേമ്പ്, ഇത് ചേന, ഇത് മധുരക്കിഴങ്ങ്. ഇപ്രാവശ്യം നമുക്ക് മധുരക്കിഴങ്ങും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് കാച്ചിൽ, ഇത് മഞ്ഞൾ, ഇത് ഇഞ്ചി. അപ്പം നമ്മളിനി ഇതൊക്കെ നടണം. നടാനായിട്ട് ഞാൻ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ആ ചട്ടിയിൽ അങ്ങനെയൊക്കെയാണ് നടണത്. നമ്മുടെ ഇഞ്ചിക്കൊക്കെ മുള വന്നിട്ടുണ്ട്. 1 2 3 4 5 6 കൂട്ടം നമുക്ക് ഇപ്രാവശ്യം കൃഷിഭവൻ്റെ ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജനകീയാസൂത്രണം വഴി കിട്ടുന്ന ഇതാണിത് നമുക്ക്. അപ്പോൾ നമ്മൾ ഗ്രാമസഭയിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രാമസഭയിൽ നമുക്ക് എഴുതി വെക്കാം ഫോമിൽ. പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗ കിറ്റിന് നമുക്ക് പൈസ കൊടുക്കണ്ട. ബാക്കി നമ്മൾ ജനകീയാസൂത്രണം വഴി നമ്മൾ അപേക്ഷിക്കണതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. അത് സബ്സിഡിയാണ് കേട്ടോ, അധികം പൈസയൊന്നും മേടിക്കുകയൊന്നുമില്ല. വളങ്ങൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഞാനിതെല്ലാം കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത്രയും സാധനങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ഇതൊക്കെ ഒന്ന് നടണം, നട്ട് പിടിപ്പിക്കണം നമുക്കിനി. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ പോയിട്ട്, ഇപ്പം ചെന്നാൽ കിട്ടില്ല, ഇതിപ്പോൾ 6 മാസം, ആദ്യത്തെ ഇപ്പം അത് കിട്ടി. ഇനി 6 മാസം കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണമെന്നുള്ളതായിരിക്കും ആ ഗ്രാമസഭയിൽ വെക്കാൻ പോണത്. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട്, പുതിയ എന്തെങ്കിലും ടെക്നോളജികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഗ്രാമസഭയിൽ ഇതാക്കാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടണം. അപ്പോൾ ഒരു വർഷത്തിൽ 2 ഗ്രാമസഭ ഉണ്ടാവും. എന്നാൽ നമ്മൾ ആ ഗ്രാമസഭകളൊക്കെ കൂടുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്കിത് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ചെന്നിട്ട് ഒന്ന് അന്വേഷിക്കുക, ഗ്രാമസഭ എപ്പോഴാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കാണുക. കണ്ടിട്ട് ഇതേപോലെ തന്നെ നമുക്കിതിപ്പോൾ വെറുതെ കിട്ടണതാണ് ഇതൊക്കെ. നമുക്കിത് കൃഷി ചെയ്ത് നമുക്കതിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ കിട്ടിയത് ഞങ്ങൾ പറിച്ചായിരുന്നു. പക്ഷെ അതൊന്നും എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഏതായാലും ഇത് നടുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ നമ്മൾ ഈ ചേനയില്ലേ, നമ്മൾ 4 കഷ്ണമാക്കി മുറിക്കും. 4 കഷ്ണമാക്കി മുറിച്ചിട്ട് പച്ചച്ചാണാനിൽ ചാരവും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കും. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. എന്നിട്ട് ഇങ്ങനെ കട്ട പോലെ അങ്ങനെ കലക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പീസ് ചെയ്ത ചേന അങ്ങോട്ട് എടുത്ത് വയ്ക്കും. കലക്കി വെച്ച ചാരവും ചാണാനും കൂടെ കലക്കി വെച്ചതിൽ. എന്നിട്ട് ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് തണലത്ത് എടുത്ത് വെക്കും. നമ്മൾ തണലത്ത് ഒരാഴ്ച ഇരുന്നതിന് ശേഷം നമുക്ക് കരിയിലയും ചപ്പും ചവറും ഒക്കെ ഇട്ട് നമുക്ക് ഇതിനെ നടാം. നമ്മൾ എന്തെല്ലാം എങ്ങനെ നമ്മളിതിന് വളം ചെയ്യണം അതനുസരിച്ചിരിക്കും ചേന നന്നായിട്ട് ഉണ്ടാവും. ഇതേപോലെ നിങ്ങളും ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈ.